ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വണ്ടി സർവീസിനായിട്ട് കൊണ്ടു കൊടുക്കുകയാണ്, സർവീസിന് MOT ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ അവിടേക്ക് പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ഹലോ, അപ്പോൾ ഞങ്ങളങ്ങനെ സർവീസിനായിട്ട് വണ്ടി കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സർവീസിന് MOT ആയിട്ടും ഇതാ ഞാൻ കാണിച്ചു തരാം. ഇതാ അവിടെയായിട്ടാണ് കേട്ടോ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇനിയിപ്പം കുറച്ച് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് നടക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നടക്കുന്ന കൂട്ടത്തിൽ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ കാണാം. അപ്പോൾ ഞാനിങ്ങനെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഏകദേശം മഴയുള്ള ദിവസമാണെന്ന് തോന്നുന്നു. അതാ ഇപ്പോൾ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ബാക്കിൽ കാണാം. ഇതാ മൂടിക്കെട്ടിയ കാർമേഘമാണ് കേട്ടോ ഉള്ളത്. ഫുൾ മൂടിക്കെട്ടിയ കാർമേഘ. അപ്പോൾ ഉറപ്പായിട്ട് ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ട്. അതാ ഇപ്പം ചെറുതായിട്ട് മഴ ചാറി തുടങ്ങി കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ഞാൻ പെട്ടെന്ന് വീട്ടിലെത്താൻ നോക്കട്ടെ. ഞാനിങ്ങനെ നടന്ന് പകുതി പോലും എത്തിയിട്ടില്ല കേട്ടോ. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക്. ഇവിടുന്ന് ബാക്കിലേക്ക് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ. ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പുറത്തെ സൈഡ് പോയിട്ട് ഇതാ കണ്ടില്ലേ, അടിപൊളി വ്യൂ ആണ് കേട്ടോ. അങ്ങോട്ടേക്കുള്ള കണ്ടില്ല, അങ്ങ് ദൂരത്തൊക്കെ അടിപൊളി വ്യൂ ആണ് കേട്ടോ. സൂപ്പർ വ്യൂ ആണ് കേട്ടോ. ഞാനങ്ങനെ നടന്ന് ഏകദേശം പകുതി എത്തി കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഈ ഒരു ഷേപ്പാണ് കേട്ടോ. ഇതാ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം ഇവിടുത്തെ വീടുകളുടെ ഷേപ്പൊക്കെ. ഈ ഒരു ഷേപ്പാണ് കേട്ടോ ഇവിടുത്തെ വീടുകൾക്കൊക്കെ വരുന്നത്. ഇതാ ഇവിടെ നിന്നുള്ള ഒരു നല്ല വ്യൂ ആണ് കേട്ടോ. അങ്ങോട്ടേക്ക് കുറേ വീടുകളുണ്ട് കേട്ടോ അവിടെയൊക്കെ. ഇപ്പം ഞാനിങ്ങനെ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ പൂക്കളുണ്ടാകുന്ന സമയമാണ് കേട്ടോ. അതാ നല്ല രസമുണ്ട് കേട്ടോ ഈ പൂക്കളുണ്ടായി നിൽക്കുന്നത് കാണാൻ. ഇപ്പൊ പൂക്കളുണ്ടാകുന്ന സമയമാണ്. നല്ല രസം മാത്രമല്ല, നല്ല മണമുണ്ട് കേട്ടോ ആ പൂവിന്. അങ്ങനെ വീടെത്താനാകുന്നു കേട്ടോ. ഇനിയൊരു 10 മിനിറ്റ് കൂടെ ഉണ്ടാകും വീട്ടിലേക്ക്. ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു 30 മിനിറ്റ് നടന്നിട്ടുണ്ടാവും. പക്ഷേ അധികം ക്ഷീണമൊന്നും തോന്നുന്നില്ല കേട്ടോ. ക്ലൈമറ്റിൻ്റെ ആയിരിക്കും. അധികം ചൂടുമില്ല, എന്നാൽ ചെറിയൊരു തണുപ്പുണ്ട്. പക്ഷേ നമുക്കങ്ങനെ പെട്ടെന്ന് ക്ഷീണിക്കുന്ന ഒരു ക്ലൈമറ്റ് അല്ല കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു നടക്കാനായിട്ട്. ഇനിയിപ്പോൾ 10 മിനിറ്റ് കൂടെ ഉണ്ട് വീട്ടിലേക്ക്. അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ടാണ്. ഇപ്പോൾ ടൈം ഏകദേശം രാവിലെ 9:40 ആയിട്ടുണ്ട് കേട്ടോ. രാവിലെ ഒന്നും കഴിക്കാതെയാണ് വണ്ടി കൊണ്ടു കൊടുക്കാനായിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും കഴിക്കണം കേട്ടോ. അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. ഇനിയിപ്പോൾ കഴിക്കാൻ പോവാണ്. നല്ല വിശപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കഴിച്ചിട്ട് കാണാം. അപ്പോൾ ഞങ്ങൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. ഇന്ന് പഴം പുഴുങ്ങിയതും ഇതാ മുട്ട പുഴുങ്ങിയതുമാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇതാ ചായ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി പിന്നെ കാണാം. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ സൗത്ത് ബോറയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. സൗത്ത് ബോറയിൽ പുതിയൊരു മലയാളിക്കട വന്നിട്ടുണ്ട്. അവിടെ നല്ല ഫ്രഷ് മീൻ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് മേടിക്കാനായിട്ട് പോവാണ് കേട്ടോ. നല്ല കരിമീനൊക്കെ ഉണ്ടെന്ന് പറയുന്ന കേട്ടു. പോയി നോക്കണം എങ്ങനെ ഉണ്ട്. നല്ല വിലയും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് നമുക്ക് എടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ കടയിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഷോപ്പ്. ഞങ്ങളിനി കടയ്ക്കുള്ളിലേക്ക് കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഞങ്ങൾ ഫിഷ് മേടിക്കാൻ പോയിട്ട് ഫിഷ് കിട്ടാതെ ഒരു ചാക്ക് വേറെ സാധനങ്ങൾ മേടിച്ചിട്ട് വരികയാണ് കേട്ടോ. കാരണം ഫിഷ് അവിടെ തീർന്നു പോയെന്നല്ല, ഇപ്പോൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ചാണ് കേട്ടോ അവിടെ ഫിഷ് കൊണ്ടുവരുന്നത്. അതായത് നമ്മളൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. എന്നിട്ട് അതുവഴി നമ്മൾ ഗ്രൂപ്പ് വഴി ഓർഡർ ചെയ്യണം സാധനം. എന്നിട്ട് അടുത്ത ഫ്രൈഡേയിൽ അവർ നമുക്ക് ഡെലിവറി ചെയ്യും കേട്ടോ. ഡെലിവറി ചെയ്യുന്ന വെച്ചാൽ ഈ കടയിൽ വന്ന് നമ്മൾ മേടിക്കണം. എന്നിട്ട് ഞങ്ങളിപ്പോൾ അവിടെ നിന്നൊരു കുറച്ച് സാധനങ്ങൾ മേടിച്ചു കേട്ടോ. ഒരു ശർക്കര വരട്ടി, ഉപ്പേരി, ചക്ക ഉപ്പേരി, പിന്നെ ഒരു കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഫ്രോസൺ കിങ് ഫിഷ്, പിന്നെ ഒരു കപ്പ, ഒരു പപ്പടവും, ഇത്രയും സാധനം മേടിച്ചിട്ട് നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ ഞാൻ ആ ബോക്സ് നോക്കിയപ്പോൾ എനിക്ക് ആ പുതിയ ഇപ്പോഴത്തെ ട്രെൻഡ് പാട്ടാണ് കേട്ടോ ഓർമ്മ വന്നത്.
മൊഞ്ച് 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 മൊഞ്ച്. അപ്പോ ഇതാ ഇവിടെ മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഫുൾ മഴയായി. ഇനിയിപ്പോ തിരിച്ചു ചെന്നിട്ട് കാച്ചുവിനെ വിളിച്ചോണ്ട് വരണം കേട്ടോ സ്കൂളിൽ നിന്ന്. അപ്പൊ ഇനി പിന്നെ കാണാം. അപ്പൊ ഞങ്ങള് വീട്ടിലെത്തിയിട്ട് കാച്ചുവിനെ വിളിക്കാനായിട്ട് സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ കാച്ചുവിനെ വിളിക്കാനായിട്ട് ഞാൻ ഓടിപ്പോവാണ് സ്കൂളിലേക്ക്. അപ്പോൾ പിന്നെ കാണാം. അപ്പോൾ ഞാൻ എന്താ കാച്ചുവിനെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വരികയാണ് കേട്ടോ. കാച്ചുവിന് ഒരു ടോയ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് സ്കൂളിൽ നിന്ന് ഇന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെ ചെറിയൊരു ഷോപ്പ് പോലെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങനത്തെ ടോയ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഒരു ടോയും മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് വരുന്നത്. ഇന്ന് ഫുള്ള് ചിലപ്പോൾ ഇതും കൊണ്ടായിരിക്കും ഇരിക്കുന്നത്, പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇനിയിപ്പോൾ പിന്നെ കാണാം. ഇനി വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിക്കണം. ഞാൻ ഫുഡ് കഴിച്ചില്ല. അപ്പോൾ പിന്നെ കാണാം. ബർഗർ ആയിരുന്നു ഇന്ന് കഴിക്കാൻ. മൊത്തം കഴിച്ചോ? ആണോ? പഠിപ്പിച്ചോ? ശരി ശരി. ശരി. അപ്പോൾ പിന്നെ കാണാം. ഹായ്. അപ്പോൾ ഇപ്പോൾ ഗ്യാരേജിൽ നിന്ന് വിളിച്ചിരുന്നു. വണ്ടിയുടെ സർവീസും MOT ടെസ്റ്റും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വണ്ടി എടുക്കാനായിട്ട് 5:30 മുന്നേ ആയിട്ട് എത്താനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 4:20 ആയിട്ടുണ്ട് ടൈം. 4:20 ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഗ്യാരേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി പിന്നെ കാണാം. അപ്പോൾ സർവീസൊക്കെ കഴിഞ്ഞ് വണ്ടി എടുത്തുകൊണ്ട് വന്ന് ഞാൻ പാർക്കിങ്ങിൽ ഇട്ടേപ്പുണ്ട് കേട്ടോ. വണ്ടി ഞാൻ ഇവിടെ ഇട്ടേപ്പുണ്ട്, പാർക്കിങ്ങിൽ ഇട്ടേപ്പുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ പിന്നെ കാണാം. അപ്പോൾ ഞങ്ങൾ രാത്രിയിൽ ഫുഡ് ഇതാണ് കേട്ടോ. കപ്പയും കിങ് ഫിഷ് മീനും കറി വെച്ചത്, അതിൻ്റെ കൂടെ കാപ്പി. അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അതായത് കപ്പ ഇങ്ങനെ ഈ ചാറിലൊക്കെ ഇങ്ങനെ മുക്കി കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റ് അറിയോ? ആഹാ, നല്ല അടിപൊളിയാണ് കേട്ടോ കപ്പയും മീൻകറിയുടെ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ. മീനും അടിപൊളി. അപ്പോൾ ഇനി ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് കൂടി കാണണം കേട്ടോ വീഡിയോസ്. അപ്പോൾ വീണ്ടും കാണാം. ബായ്.